ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നും ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ത്രിപുരയിൽ തണുപ്പ് കാലം ഏകദേശം തുടങ്ങി. എന്നാലും മൈനസ് വരെയൊന്നും പോകൂലെങ്കിലും തണുപ്പ് ഒരു അൺസൈക്കബിൾ തണുപ്പ് തന്നെയായിരിക്കും ഇവിടുത്തത്. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ തണുപ്പിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ത്രിപുരയിലെ നമ്മൾ താമസിക്കുന്നത് ശിപ്പായിച്ചല ഡിസ്ട്രിക്റ്റിലാണ്. അവിടെയുള്ള നമ്മളെ അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ്. വലിയ മാർക്കറ്റൊന്നുമല്ല, ചെറിയൊരു മാർക്കറ്റാണ്. ഏകദേശം എന്നാലും സാധനങ്ങളൊക്കെ വളരെയധികം കിട്ടുന്ന സാധാരണ ചെറിയൊരു മാർക്കറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികവും ട്രൈബൽസാണ് ഇവിടെ ഉള്ളത്. ഈ മാർക്കറ്റിൽ അധികം കാണപ്പെടുന്നത് ട്രൈബൽസിൻ്റെ ആൾക്കാരായിരിക്കും സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവുക. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ ഈ മാർക്കറ്റിന് റോഡ് സൈഡിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഓറഞ്ചൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് ഇവിടെ തന്നെ ഉള്ളതാണ്. എന്നാൽ പോലും ഓറഞ്ചിന് 4 എണ്ണത്തിന് കിലോ ഒന്നും ഇവിടെ കിലോ കണക്കൊന്നല്ല അവർ വിൽക്കുന്നത്. കാരണം ഇവിടെ തന്നെ ഉണ്ടാക്കിയ സാധനം ഇവർ തന്നെ വന്നിട്ട് വീട്ടിലുണ്ടാക്കിയ സാധനം ഇവർ തന്നെ വന്നിട്ട് മാർക്കറ്റിൽ വിൽക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പം 3 കിലോ 100 രൂപ അങ്ങനെയല്ലേ. ഇവിടെ ഇവർ 4 എണ്ണത്തിന് 100 രൂപ ഇങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷേ അത് ഒറിജിനൽ ആയിരിക്കും. അതിലൊരു നമ്മളെ ഒരു ആർട്ടിഫിഷ്യൽ ഒന്നും കാണാൻ പറ്റില്ല. അത് ഒറിജിനൽ ആയിരിക്കും സാധനങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും വില കൂടുതൽ. ഉണ്ടാക്കുന്ന സാധനം വളരെ കുറച്ചായിരിക്കും, പക്ഷേ അത് നല്ല രീതിയിലുള്ളതായിരിക്കും. ഒരു കെമിക്കൽസും ഇല്ലാതെ നല്ലതായിരിക്കും. പക്ഷെ അതിന് ഭയങ്കര വിലയുമായിരിക്കും.
বয়স তো তোমার ঠান্ডা লেগে যেত গা മാറാതെ ചേട്ടാ നിന്ന് വട്ടം കറങ്ങുന്ന ഞാൻ പപ്പ എവിടെ പപ്പ എവിടെ Jompo asar. Apakah iya. Kas kena. Dan bekas. Oke. Bapa, apakah tahu pula? Kamu masa dam kamu? Dam napa? Ini sudah kos kamu kas dam kau ni le? 50 টাকা তো দামও Hah? kudu boleh 10 টাকা প্যাকেট টুকু দালি Ini sudah kos kamu kau baca dam kau? Oh siapa? রেট আবু ইয়া কো আবু তুইয়া কে তোমার করো আবু বড় নিয়া প্রজেক্ট Mau tak mau asar tak bukan cara buru-buru cara macam dah. যে পুরো সাদি তা তাবু না সাদি তে খানা আসে কাছে তাবু না সাদি তে কিসা সাই না দি Nanti nara kerja ya mau? Tadi bagar ya sah? তা মোটা করবো Tadi bagar nara. ചേട്ടാ Sekarang kalau mau. പപ്പ എവിടെ Aku kalau mau tiup. Hah? അടുത്ത് നമ്മൾ പോയത് ഒരു പാർക്കിലേക്കാണ്. പാർക്ക് എന്ന് വെച്ചാൽ സാധാരണ ഒരു കുട്ടികൾക്കുള്ളൊരു കളിസ്ഥലം പോലെയുള്ള പാർക്കല്ല. ഇതൊരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇക്കോ പാർക്ക്. അപ്പോൾ ഇതിൻ്റെ പേര് ബർമുറ ഇക്കോ പാർക്ക് എന്നാണ്. ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല, ഇതിനൊരു ഭൂപ്രകൃതിയാണ്. തട്ടായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഇവിടെ മരങ്ങളും അതുപോലെ ചെറിയ ചെറിയ ചെടികളൊക്കെ വളരെയധികം കൺസർവ് ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് ഏകദേശം ത്രിപുരയിലെ അഗർത്തല, ത്രിപുരയുടെ ക്യാപിറ്റലാണ് അഗർത്തല. അപ്പോൾ അഗർത്തലയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററാണ്. ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഷിലോങ് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ഹൈവേയിൽ സൈഡിലാണ് ഈ ഒരു ഇക്കോ പാർക്ക്. അപ്പം ഈ ഒരു റോഡ് ഈ ഒരു ഹൈവേ എന്ന് വെച്ചാൽ ഏകദേശം 8 നാഷണൽ ഹൈവേസ് ക്രോസ് ചെയ്യുന്നൊരു റോഡാണ്. അപ്പോൾ ത്രിപുരയിൽ ഏകദേശം ഒരു 8 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ഇപ്പോൾ അത് 8 ഡിസ്ട്രിക്റ്റാണ്. അപ്പം അതിലൊരു കോവൈ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ഇക്കോ പാർക്ക് ഉള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഇക്കോ പാർക്ക്, ബർമുറ ഇക്കോ പാർക്ക് ഹഠായി കോട്ടോർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം ഹഠായി കോട്ടോർ എന്ന ഹിന്ദിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ വേഴാമ്പലാണ്, അതായത് ഹോൺബില്ലിനെയാണ് നമ്മൾ ഹഠായി കോട്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഏരിയ കൂടിയാണ് ഇത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഒന്നിനും. ഈ ഒരു ഭൂപ്രകൃതി ഈ പാർക്ക് ഏക്കറോളം വിസ്തൃതമായിട്ടുള്ളതാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പാർക്കിൽ പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയ ആണ്. എല്ലായിടത്തും ഡസ്റ്റ്ബിന്നൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്തും നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ബാംബൂസിലെ വിസിറ്റേഴ്സിൻ്റെ പേരൊക്കെ അവർ എഴുതി വെച്ചതാണ്, ഇങ്ങനെ കോയിൻസൊക്കെ കൊണ്ട്.
അപ്പം ഭയങ്കര നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. ഭയങ്കര എന്താ പറയുക, പക്ഷികളുടെ സൗണ്ട്, അതുപോലെ തന്നെ തവളകൾ കണ്ടില്ല എന്താ തവളകൾ. ഈ തവളയുടെ ശബ്ദം നമുക്ക് താഴെ നിന്ന് തന്നെ കേൾക്കാൻ പറ്റുന്നതാണ്. ഇതിവിടെ ഇവർ വളർത്തുന്നതാണ് ഈ ഒരു കുളത്തിൽ. തവളകൾക്ക് വേണ്ടി മാത്രം ഒരു വീട് പോലെ. കണ്ടില്ലേ, ഭയങ്കര ശബ്ദമാണ്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ കയറിയിട്ടൊരു ബാൽക്കണി വ്യൂ പോലെ ഇപ്പോൾ നോക്കിയാണ് ഏക്കറോളം ഉള്ള ഈ ഒരു സ്ഥലം നമുക്ക് ഇതിന് മുകളിൽ കയറിയാൽ തന്നെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. താഴെ കണ്ടില്ലേ. രണ്ടാമത്തെ കാണാൻ പോയിട്ട് വാ. ഇത് കണ്ടില്ലേ, ഇവിടെ തവളകളെ പ്രത്യേകമായിട്ട് അവർ വളർത്തുന്ന ഒരു കുളം പോലെയുണ്ട്. ഈ തവളകളുടെ കരയുന്ന ശബ്ദം നമുക്ക് താഴെ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും. ഈ ഒരു പാർക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പം ഈ ശബ്ദം നമുക്ക് താഴെ. പ്രധാനമായിട്ടും നാരങ്ങ, മദർ നാരങ്ങ, അങ്ങനെ പലതരം, പിന്നെ പ്ലാന്റ്സ്, മരങ്ങൾ, ചെടികൾ, അങ്ങനെ മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നുമില്ല. പ്രധാനമായിട്ടും മരങ്ങൾ. അവരുടെയൊക്കെ സയൻറ്റിഫിക് നെയിംസും അതിന് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്ന വഴിയിൽ നമ്മൾ ചെറിയ ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. ഭയങ്കര തണുപ്പായിരുന്നു. ട്രൈബലായിട്ടുള്ള ഒരു ഏച്ചിയാണ് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നത്. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തുണ്ടായ ഒരു ചായക്കടയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ്, അടുപ്പിലാണ് നമുക്ക് ചായ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ടു ഓൾ. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. എല്ലാ ഭാഗമൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്കും നടക്കാനുണ്ട്. നടന്ന് ഏകദേശം ഒരു വകയായി. പിന്നെയും നടന്നുകൊണ്ടേയിരുന്നു. ഇത് നമ്മൾ വഴിയിൽ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറി. ഒരു ആദിവാസി ട്രൈബൽ സ്ത്രീ ആയിരുന്നു. അവർ നമുക്ക് ചായ ഉണ്ടാക്കി തന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം നമ്മൾ വണ്ടിയൊക്കെ സൈഡിൽ നിർത്തി ചായ കുടിക്കുകയാണ്. അങ്ങനെ അവർ അടുപ്പിലൊക്കെ തീ കൂട്ടി. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ചായക്കട പഴയ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.